അപ്പോൾ കപിലൻ ഋഗ്വേദത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രാചീനനായ ഋഷിയാണ്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയും, പുരാ പ്രോക്ത മയ അനഘ, ഈ യോഗവിദ്യ, ഇപ്പോൾ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരുന്ന ഈ യോഗവിദ്യ പ്രപഞ്ചത്തിൽ ജീവികളുടെ ആരംഭകാലത്ത് ആ ജീവികളെ ഭരിക്കുന്നതിന് വേണ്ടി ധാർമ്മികമായും നൈതികമായും ജ്ഞാനപരമായും ഭരിക്കുന്നതിന് വേണ്ടി ഞാൻ ഏർപ്പെടുത്തിയ മനുവിന് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ യോഗവിദ്യ, അല്ലെങ്കിൽ ഈ യോഗദർശനം, അല്ലെങ്കിൽ ഈ ജ്ഞാനദർശനം, അല്ലെങ്കിൽ ഈ മധുവിദ്യ, അല്ലെങ്കിൽ യജ്ഞദർശനം. ഇങ്ങനെ 5-6 പര്യായങ്ങൾ അതിന് നമ്മുടെ പ്രാചീന സാഹിത്യത്തിൽ പരതി നടന്നാൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഇപ്പം ഇവിടെ എൻ്റെ സഹോദരിയുടെ ഭർത്താവായ യാദവനായ അല്ലെങ്കിൽ യാദവിയായ ദേവകിയുടെ പുത്രനായ അങ്ങ് പ്രപഞ്ചത്തിൽ ജീവികളുടെ ആരംഭത്തിന് ശേഷം മനുഷ്യരാശി ഉണ്ടായപ്പോൾ ആ മനുഷ്യരാശി തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് അവരെ അനുരഞ്ജിപ്പിച്ച് ജീവികളെ സമരസപ്പെടുത്തി അവരെ എല്ലാവർക്കും അവരവരുടേതായ ആവശ്യങ്ങൾ ധാർമ്മികമായി നിറവേറ്റത്തക്ക വിധത്തിൽ ജീവിക്കുന്നതിനുള്ള ധർമ്മസംഹിത, അതിനുള്ള യോഗവിദ്യ അങ്ങാണ് ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇപ്പം ഈ ഒരു പ്രസ്താവം വലിയ ആശയപരമായ സങ്കീർണത ഉണ്ടാക്കുന്നതാണ്. ഭഗവത്ഗീതയെ സംബന്ധിച്ച് ഭഗവത്ഗീതയിലേക്ക് ഭഗവാൻ സാഖ്യദർശനത്തിൻ്റെ എപ്പിസ്റ്റമോളജി, സാഖ്യദർശനത്തിൻ്റെ ജ്ഞാനസംഹിത, ജ്ഞാനം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിനാണ് ജ്ഞാനസംഹിത എന്ന് പറയുന്നത്. നമ്മുടെ ഭഗവത്ഗീത വ്യാഖ്യാതാക്കന്മാരെല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് സാഖ്യദർശനത്തിൽ നിന്ന് സാഖ്യദർശനത്തിൻ്റെ കൊഗ്നീറ്റീവ് ഫ്രെയിംവർക്ക്, ജ്ഞാന സംഹിതാപരമായ ഫ്രെയിംവർക്ക് ഭഗവാൻ അല്ലെങ്കിൽ വ്യാസൻ കടമെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു എക്ലക്റ്റിക്കൽ വർക്കാണ്. പല ജ്ഞാനസംഹിതകളിൽ നിന്നും തനിക്ക് അപ്പോൾ അർജുനനെ പ്രചോദിപ്പിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനശകലങ്ങൾ തെരഞ്ഞെടുത്ത് കൂട്ടിച്ചേർത്ത് വിളക്കി ഒറ്റയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ സമഗ്രീകരിച്ച ഒരു ദാർശനിക സംയുക്തി, ഒരു ദാർശനിക സംയുക്തം, ഒരു ദാർശനിക സമാഹാരം, അല്ലാതെ സ്വന്തമായ ഒരു ദാർശനിക പദ്ധതിയല്ല. പല ദർശനങ്ങളിലെയും അംശങ്ങളെടുത്ത് കൂട്ടിച്ചേർത്ത് പണിഞ്ഞിട്ടുള്ള ഒരു ദാർശനിക സമാഹാരമാണ് ഭഗവത്ഗീത എന്നത്. എല്ലാവരും ഒരേപോലെ വ്യാഖ്യാതാക്കന്മാർ പറഞ്ഞു പോന്നിട്ടുള്ള ഭഗവത്ഗീതയെ പ്രതികൂലമായി വിമർശിക്കുന്നവരും ഭഗവത്ഗീതയെ അനുകൂലമായി വിമർശിക്കുന്നവരും ഭഗവത്ഗീതയുടെ ഭക്തന്മാരും ഉപാസകന്മാരും സാധകന്മാരുമായ എല്ലാ വ്യാഖ്യാതാക്കന്മാരും ഭാഷ്യകാരന്മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്, ശങ്കരാചാര്യർ ഒഴിച്ച്. അപ്പം ഇത് വലിയ ഒരു ആശയപരമായ ദുർഗ്രഹത ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെ ഈ പ്രസ്താവം. അപ്പോൾ യോഗപദ്ധതി തന്നെ ലോകത്തിൽ ആദ്യമായി ഞാൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് അർജുനനോട് അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ ഒരു പൊങ്ങച്ചം പറച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഒരു അസത്യ പ്രസ്താവമായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യാജ നിർദ്ദേശമായിരിക്കും. അങ്ങനെ ഒരു വ്യാജ നിർദ്ദേശം അർജുനൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ അവതരിപ്പിച്ച വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള നേട്ടമാണ് ഉണ്ടാകാനുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമോ മാനസികമോ ധനപരമോ ആയ നേട്ടത്തിന് വേണ്ടിയാണ് ആളുകൾ വ്യാജോക്തികൾ പുറപ്പെടുവിക്കുന്നത്. ഇദ്ദേഹം
തൻ്റെ മരണത്തിന്, ആ മരണത്തിന് സ്വർഗാരോഹണമെന്ന് സൗന്ദര്യപരമായ ഒരു നാമകരണമാണ്. തൻ്റെ മരണത്തിന് സമയമായി എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ഇതെല്ലാം കീഴവെച്ച്, ചക്രായുധം പോലും കീഴവെച്ചിട്ട് അദ്ദേഹം മരിക്കാൻ തയ്യാറെടുത്ത് പുഞ്ചിരിയോടുകൂടി പോയിരുന്നയാളാണ്. അദ്ദേഹം പിടിച്ചടക്കിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം അധാർമികന്മാരായ രാജാക്കന്മാരുടെ രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചടക്കിയിട്ടുള്ളതെല്ലാം അദ്ദേഹം സ്വന്തമായി സ്വീകരിക്കാതെയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ഭരിക്കാൻ ഏർപ്പെടുത്താതെയും ഏത് അധാർമികനായ രാജാവിനെയാണോ നിഹനിച്ചത് ആ രാജാവിൻ്റെ മൂത്തപുത്രന് നിഷ്പ്രയാസം ഉദാരമായി ദാനം ചെയ്തിട്ട് തൻ്റെ പോക്കിന് ഇറങ്ങിപ്പോയവനാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഭഗവാനായി കാണാം, അദ്ദേഹത്തെ നിങ്ങൾക്ക് വലിയ ജ്ഞാനിയായി കാണാം, അദ്ദേഹത്തെ യുദ്ധവിദഗ്ധനായി കാണാം, അദ്ദേഹത്തെ തന്ത്രജ്ഞനായി കാണാം, അദ്ദേഹത്തെ യോഗിയായി കാണാം, സന്യാസിയായി കാണാം, കാമുകനായി കാണാം. അത് നിങ്ങൾ സമീപിക്കുന്നതനുസരിച്ചിരിക്കും. പാർട്ടിക്കിൾസ് എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു തിയറിയുണ്ട്. പാർട്ടിക്കിളിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, കണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം ആ കണത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ഓബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ പഠനം എന്നത് അസാധ്യമായതിനാൽ മനുഷ്യൻ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സബാറ്റമിക് പാർട്ടിക്കിളിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധമായിരിക്കാൻ സാധ്യതയേ ഇല്ല എന്നതാണ് നമ്മുടെ വർത്തമാനകാലത്തെ ഈ ദശകത്തിലെ, ഈ പതിറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ആ ശാസ്ത്രജ്ഞന്മാരും ഭഗവാന്റെ അഭിപ്രായവും തമ്മിൽ അല്ലെങ്കിൽ ഭഗവാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന അർത്ഥത്തിലല്ല ഇത് പറഞ്ഞത്. അപ്പോൾ കപിലൻ ഋഗ്വേദത്തിൻ്റെ കാലത്ത് ജനിച്ച് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, അതിൻ്റെ ദൃശ്യാദൃശ്യ പരോക്ഷ പ്രത്യക്ഷ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു നിയമസംഹിതയാണ്, സൂത്രരൂപത്തിലുള്ള നിയമസംഹിതയാണ്. ശാശ്വതമെന്ന് അദ്ദേഹം കരുതിയ, സനാതനമെന്ന് അദ്ദേഹം കരുതിയ ഒരു ധർമ്മ സംഹിതയാണ് നാം ഇന്നിവിടെ പ്രഭാഷണത്തിന് വിഷയമാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ തന്നെ മണി 5:30 കഴിഞ്ഞിരിക്കുന്നു. കഴിയുന്നതും വേഗം ഇത് നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇദ്ദേഹം സാംഖ്യസൂത്രങ്ങൾ എന്ന പേരിൽ രചിച്ചിട്ടുള്ള കൃതി ലോകത്തിൽ എല്ലായിടത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കൃതിയാണിത്. അല്ലാതെ ഭാരതത്തിൽ മാത്രമല്ല. ഭാരതത്തിൽ കച്ചവടത്തിന് വന്ന പേർഷ്യക്കാരും അറബികളും ഈ കൃതിയുടെ പകർപ്പുകൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അവർ നമ്മുടെ ബ്രഹ്മസൂത്രം കൊണ്ടുപോയിട്ടുണ്ട്. വ്യാസന്റെ ബ്രഹ്മസൂത്ര എന്ന് ബഹുവചനമായിട്ടാണ്. ബ്രഹ്മസൂത്രങ്ങൾ നമുക്ക് മലയാളത്തിലാകുമ്പോൾ ഏകവചനമായിട്ട് പറയാം, ബ്രഹ്മസൂത്രം എന്ന. ഈ ബ്രഹ്മസൂത്രം കൊണ്ടുപോയിട്ട് പ്ലോട്ടിനസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ വ്യക്തി അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ഈനീഡ് എന്നുള്ള പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതിപ്പോൾ 2 വോളിയമായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന വസ്തുത, ഇദ്ദേഹമാണിത് തർജ്ജമ ചെയ്ത് എന്നുള്ള വസ്തുത നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിൻ്റെ പിതാവ്, മാതാവില്ല ചരിത്രത്തിന്, ഒരു പിതാവ് മാത്രമേ ഉള്ളൂ. അത് ഹെരേദേത്തൂസ് എന്ന ഹെറഡോട്ടസ് ആണ്. ഹെറഡോട്ടസിൻ്റെ ഹിസ്റ്ററീസ് എന്ന ബഹുവചനത്തിൽ അദ്ദേഹം നാമകരണം ചെയ്തിരിക്കുന്ന ചരിത്രങ്ങൾ എന്ന കൃതിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അത് ഗ്രീക്ക് ഭാഷയിലേക്ക് ഈ ബ്രഹ്മസൂത്രം അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മഹാപണ്ഡിതനായിരുന്നു. അത് പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഫ്രഞ്ച് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇത് ലഭ്യവുമാണ്.
തർജ്ജമയ്ക്ക് അനേകം അപര്യാപ്തതകളുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല, പ്രതിഷേധാച്ച എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലായി. അപ്പൊ ഇത്തരമാണ് ഈ സൂത്രങ്ങൾ. പ്രതിഷേധം, ആ പ്രതിഷേധം എന്നുള്ള വാക്കിൻ്റെ പഞ്ചമി നാം പ്രതിഷേധമെന്ന ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ്, നിഷേധ അർത്ഥത്തിലാണ് നാം പ്രതിഷേധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ പ്രതിഷേധം എന്ന വാക്കിൻ്റെ പഞ്ചമി വിഭക്തി പ്രതിഷേധത്തിൽ നിന്ന് എന്ന അർത്ഥം കിട്ടത്തക്ക വിധത്തിലാണ് പ്രതിഷേധാത്. അതിനോട് ഒരു ചകാരം കൂടി കൂട്ടിച്ചേർത്തിട്ട് അത് വലിയ അർത്ഥമുള്ള ഒരു വാക്യമാക്കി മാറ്റി. ഇനി പറയാൻ പോകുന്ന പാതഞ്ജല യോഗസൂത്രം, യോഗദർശനം, ഈ യോഗ ദർശനത്തിന് വ്യാസൻ വ്യാഖ്യാനം എഴുതി എന്നും നമ്മുടെ പണ്ഡിതന്മാർ സങ്കല്പിക്കുന്നു. AD 150 അല്ലെങ്കിൽ BC 100 മുതൽ AD 150 വരെയുള്ള കാലഘട്ടത്തിലാണ് പതഞ്ജലി മഹർഷി ജീവിച്ചിരുന്നത് എന്ന് ഏതാണ്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതും വിശ്വസനീയമല്ല. അതിനേക്കാൾ വളരെ പ്രാചീനനാണ് ഈ വ്യാസൻ. അത്ര പ്രാചീനനായ വ്യാസൻ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങൾക്ക് ദർശനത്തിൻ്റെ ആദിമമായ സൂത്രരൂപത്തിന് വ്യാഖ്യാനം എഴുതി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുന്ന ഒരു പറച്ചിലല്ല. പിന്നെ സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം എന്നതൊരു ഭരണഘടനാപരമായ ബാധ്യതയല്ലാത്തത് കൊണ്ട് ആർക്കും എവിടെയും എന്ത് വേണമെങ്കിലും പറയാവുന്ന വിധത്തിലാണ് നാക്കിൻ്റെ ഘടന, വായുടെ തുറന്ന അവസ്ഥയും. അപ്പോഴതുകൊണ്ട് അതെടുത്തു വച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ അതിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചിട്ട് അത് ഗുണകരമാണെന്നും അത് ദോഷകരമാണെന്നും അത് ഇമ്പീരിയലിസത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അത് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ഇതൊന്നും അവരുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. കപിലൻ പറയും, കപിലം എന്ന് പറഞ്ഞാൽ വെള്ളം ദാനം ചെയ്യുന്നവൻ, ആദ്യമായിട്ട് വെള്ളം സൃഷ്ടിച്ചവൻ എന്ന് അതിനൊരർത്ഥമുണ്ട്. വെള്ളം അങ്ങനെ ആരെങ്കിലും സൃഷ്ടിക്കുമോ? ഇപ്പോൾ വെള്ളം ആരും സൃഷ്ടിക്കുകയില്ല എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ജലക്ഷാമം വന്ന കാലത്ത് ജലം ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള പാരിസ്ഥിതികപരമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് ലോകത്തിൽ എല്ലായിടത്തും, എന്ന് വെച്ചാൽ ഭാരതത്തിൽ എല്ലായിടത്തുമുള്ള ജനങ്ങൾക്കും ജലം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ജലസേചന സംഭരണ പദ്ധതി ഉണ്ടാക്കിയ ആൾ എന്നാണ് അർത്ഥം. അതാണ് കപിലൻ. അതാണ് കപിലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. കപി എന്ന് വെച്ചാൽ വെള്ളത്തിൽ എന്നാണ് അർത്ഥം. നമുക്ക് കപി എന്ന് കേട്ടാൽ നമ്മുടെ പൂർവികനെയും ചാൾസ് ഡാർവിനെയും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആ അർത്ഥമുണ്ട് കപി എന്നുള്ളതിന്. അത് കപി കമ്പനെ എന്ന പാണിനി അദ്ദേഹത്തിൻ്റെ ധാതുപാഠത്തിൽ ഈ വാക്കുകളുടെ റൂട്ടുകൾക്കെല്ലാം അർത്ഥം പറയുന്ന കൂട്ടത്തിൽ കപി കമ്പനെ, കപി എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പനമാണ്. എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. കുരങ്ങിൻ്റെ പരിപാടി അതാണ്. ഇത് കുരങ്ങിൻ്റെ പരിപാടി മാത്രമല്ല, മനുഷ്യൻ്റെ പരിപാടിയിലും ഈ ചലനമുണ്ട്. നാം ഒന്ന് വെറുതെ ഇരിക്കാൻ, അവയവങ്ങളൊന്നും ചലിപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവയവങ്ങൾ ചലിപ്പിക്കാതെ ഇരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള വസ്തുത. ഒന്നുകിൽ വെറുതെ ഇങ്ങനെ കാലുകുലുക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കരചരണങ്ങൾ അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ട് വ്യാസൻ മനുഷ്യരെ കപികുലത്തിൽ പെടുത്തിയിട്ടുണ്ട്. വൃഷാകപി എന്നൊരു കഥാപാത്രമുണ്ട് ഋഗ്വേദത്തിൽ. അപ്പോൾ കപിലൻ എന്നതിന് ജലം ദാനം ചെയ്തയാൾ, അല്ലെങ്കിൽ ജലം എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിലുള്ള ജലവിഭവത്തെ സമീകൃത അവസ്ഥയിൽ അത് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി എന്നും കൂടി അതിന് അർത്ഥം കിട്ടും. പിന്നെ കപിലം ഒരു വർണ്ണത്തിൻ്റെ പേരും കൂടിയാണ്. വർണ്ണമെന്ന് വെച്ചാൽ നിറം, മറ്റേ ചാതുർവർണ്ണത്തിലെ വർണ്ണമല്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ കപിലവർണ്ണമായതുകൊണ്ടും ആ പേരുണ്ടായതാവാം. പക്ഷേ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച ഒരു ഗ്രന്ഥം, ഋഷി നാമാർത്ഥാവലി എന്ന് പറയുന്ന വെങ്കടമാധവൻ്റെ ഗ്രന്ഥത്തിൽ ഋഷികളുടെ പേരൊന്നും, ഈ പ്രജാപതികളുടെയും ഋഷികളുടെയും പേരൊന്നും അവരുടെ അച്ഛനമ്മമാരുടെ പേരുകളല്ല.
അതെല്ലാം അവരുടെ തപസ്സിൻ്റെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ ധർമാനുഷ്ഠാനത്തിൻ്റെയും അവരുടെ സമൂഹത്തിലെ ഫംഗ്ഷൻ്റെയും അടിസ്ഥാനത്തിൽ പിന്നീട് ജനങ്ങൾ നൽകിയിട്ടുള്ള പേരുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരായിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച വസ്തുതകൾ നാം ഓർമ്മയിൽ വയ്ക്കേണ്ടത്: ഒന്നാമത്തേത്, കപിലൻ വളരെ ആദിമനായ ഒരു ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘടനയെക്കുറിച്ച് നമുക്ക് സത്യസന്ധമായി പറയാവുന്നത് കപിലൻ ജനിച്ച കാലമേത്, ജീവിച്ചിരുന്ന കാലമേത് എന്ന് നിർണ്ണയിക്കാൻ അസാധ്യമാണ് എന്നത് മാത്രമാണ്. പണ്ഡിതന്മാർ പറയുന്ന ഈ A.B. കീത്ത്, മാക്ഡൊണാൾഡ്, വിൻ്റർനിറ്റ്സ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ ആദരിച്ചുകൊണ്ടാണ് പിന്നീട് ഭാരതത്തിലെ ഇൻഡോളജിസ്റ്റുകൾ ഈ കാലനിർണ്ണയം നടത്തിയിട്ടുള്ളത്. ആ കാലനിർണ്ണയങ്ങളൊന്നും വിശ്വാസ്യമല്ല. അങ്ങനെ ഒരു കാലം നിർണ്ണയിച്ചത് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാമെന്നുള്ളതല്ലാതെ അത് വസ്തുതാപരമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഋഗ്വേദത്തിൽ തന്നെ ഇദ്ദേഹം പ്രാചീനനായ ഋഷിയാണെന്നാണ് പറയുന്നത്. കപിലം സമാനം, സമാനം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ടവനെന്നാണ് വാക്കിൻ്റെ അർത്ഥം. 10 പ്രജാപതിമാരിൽ ഏറ്റവും മുഖ്യനായ ആളായിരുന്നു കപിലൻ. അപ്പം അങ്ങനെ ഒരു വ്യക്തി രചിച്ച കൃതിയിൽ ഈ നമ്മുടെ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ 16, 17, 18, 19, 20 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ പല തരത്തിലുള്ള അർത്ഥപരമായ പാകപ്പിഴകളും ആശയപരമായ പ്രമാദങ്ങളും കടന്നുകൂടാം. ഇപ്പം നമ്മുടെ കാലത്ത് എഴുതുന്ന ഒരു കൃതിയിൽ ചില നമ്മുടെ നായകന്മാരെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാലത്തുള്ള ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇപ്പം കരിങ്കാലി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നും ഏതുതരം പ്രവർത്തനം നടത്തുന്നവരെയാണെന്നും പ്രത്യേകിച്ച് ഇത് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ കാലത്തറിയാം. ഇത് 1000 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്രബന്ധം കിട്ടുമ്പോൾ കരിങ്കാലി, കറുത്ത കാലുണ്ടായിരുന്നയാൾ, അതാരാണാവോ കറുത്ത കാല് എന്ന് ചിന്തിക്കുന്നത് പോലെയാണ് കപിലനെ സംബന്ധിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന വസ്തുതയും ഓർത്തിരിക്കേണ്ടതാണ്. ആ കാലത്ത് ചെന്നിട്ട് ആ കാലത്തിൻ്റെ സവിശേഷതകളെ നമ്മുടെ ഭാവനയിൽ വിടർത്തിയെടുക്കാൻ, അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി, അതിൻ്റെ എല്ലാ സ്വരൂപത്തോടും കൂടി, അതിൻ്റെ സർവ സ്വരൂപ ചാരിത്വത്തോടും കൂടി നമുക്ക് ഓർമ്മയിൽ പുനഃസൃഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കപിലനെ സംബന്ധിച്ച് അദ്ദേഹം മഹാനായ ഒരു ഋഷി, മഹാനായ ഋതം അന്വേഷിച്ച് നടക്കുന്നവനെയാണ് ഋഷി എന്ന് പറയുന്നത്. ഋതം എന്നാൽ സൃഷ്ടിയുടെ നിയമമാണ്. അതാണ് വാക്കിൻ്റെ അർത്ഥം. ഈ നാം ആർട്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കല എന്ന അർത്ഥത്തിൽ. ഈ ആർട്ടിൽ ഇരിക്കുന്നത് ഈ ഋതം എന്ന വാക്കാണ്. ഋതം എന്ന വാക്കിനോടുകൂടി അതിൻ്റെ മുൻവശത്ത് ഒരു പുരപ്രത്യയം, എ എന്ന പുരപ്രത്യയം ചേർത്തപ്പോഴാണ് ആർത്ത് എന്നുണ്ടായത്. ആർത്ത് എന്നതിന് ജ്ഞാനം എന്ന് അർത്ഥമായിരുന്നു ആദ്യകാലത്ത്. മ്യൂസിക്കിനും ജ്ഞാനമെന്ന് അർത്ഥമായിരുന്നു ഗ്രീസിൽ. അപ്പോൾ ഇതാണ് ഈ ഋതം. ഇപ്പോൾ സൃഷ്ടിയുടെ നിയമം, നാം സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ആർട്ട് എന്ന പദം ഒറ്റ വാക്കാണെന്നാണ്. ഒറ്റ വാക്കല്ല, അത് മുൻവശത്തൊരു പ്രത്യയം ചേർത്ത്, മുൻവശത്ത് ചേർക്കുന്ന പ്രത്യയത്തിന് പുരപ്രത്യയം, ഒരു വാക്കിൻ്റെ അവസാനം ചേർക്കുന്ന പ്രത്യയത്തിന് പരപ്രത്യയം, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. അപ്പോൾ ഒരു പ്രിഫിക്സ് ആ എന്ന പ്രിഫിക്സ് ചേർത്ത് ഋതം എന്ന വാക്ക് പ്രയോഗിച്ചപ്പോഴാണ് അത് ആർത്ത് എന്നായത്. അത് സായിപ്പ് ഉച്ചരിച്ച് ആർട്ട് എന്നാക്കി എന്ന് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷുകാരൻ സായിപ്പ്. അപ്പോൾ ഈ ഋതമാണ്. ഈ ഋതം എപ്രകാരമാണ് സൃഷ്ടി നടന്നത് എന്നതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണമാണ്. സൃഷ്ടി നടന്നത് എപ്രകാരമാണ് എന്ന് ശാസ്ത്രീയമായി അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേറെ 2 അർത്ഥങ്ങൾ കൂടി കിട്ടും. രണ്ടാമത്തെ അർത്ഥം, പ്രപഞ്ചം എപ്രകാരമാണ് നിലനിൽക്കുന്നതും വളരുന്നതും വികസിക്കുന്നതും പരിണമിക്കുന്നതും എന്നും കൂടി അന്വേഷിച്ചു എന്ന് അതിനർത്ഥമാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ പരിണമിച്ച് അതിന് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടാകും, അത് പിന്നെ എപ്രകാരം ലയിച്ചു പോകും എന്നും കൂടി അന്വേഷിച്ചു എന്നും ഈ സൃഷ്ടി നിയമത്തിന് അർത്ഥം വരും.
ഇപ്രകാരമാണ് നാം സൃഷ്ടി നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് 3 അർത്ഥങ്ങൾ കിട്ടും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവ അസ്തിത്വ തിരോഭാവങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ ഫലമായി നിർമ്മിച്ചിട്ടുള്ള നിയമസംഹിതകൾ, അവയിൽ സനാതനമായ നിയമസംഹിതകൾ, അവയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രമാദങ്ങൾ പറ്റിയിരിക്കാം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നതും നല്ലതാണ്. നാം അന്വേഷിച്ച് അവരുടെ മാർഗത്തിലൂടെ ചെല്ലുമ്പോൾ അതിൽ അവർക്ക് പ്രമാദങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന് കാണാം. എന്തുകൊണ്ടാണ്? അവർ അതിൽ നിമഗ്നരായിരുന്നു. അവർക്ക് അതിൽ ചാഞ്ചല്യമുണ്ടായിരുന്നില്ല. അവരുടെ അന്വേഷണത്തിന്, സത്യാന്വേഷണത്തിന് വേണ്ടി അവരെ സത്യത്തിന് വേണ്ടി അവരെ വിറ്റുകളഞ്ഞു പരിപൂർണമായി. അതാണ് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നത്. നമ്മൾ അങ്ങനെയല്ല. ഈ സത്യാന്വേഷണം കൊണ്ട് സത്യത്തെ അന്വേഷിക്കുന്ന എനിക്കെന്ത് കിട്ടും എന്നതാണ്. അങ്ങനെ ഒന്നും കിട്ടാനല്ലാതെ അന്വേഷണം നടത്തിയ ഏറ്റവും പ്രമുഖനായ ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഇസ്രയേലുകാർ, അദ്ദേഹം ജൂതനായിരുന്നു, ഇസ്രയേലുകാർ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചു. അങ്ങനെ ഒരു ക്ഷണം ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാണ് കിട്ടുന്നതെങ്കിൽ എന്തു ചെയ്യും? പറന്ന് അവിടെ എത്തി ഉടനെ തന്നെ പ്രധാനമന്ത്രിയാവും. ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് ശാസ്ത്രജ്ഞനായിരുന്നാൽ മതി, എനിക്ക് പ്രധാനമന്ത്രി ആവേണ്ട, അത്രയും വലിയ സമുന്നതമായ പദവികൾ വഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അന്ന് ആ പ്രധാനമന്ത്രി പദം വഹിച്ചിരുന്ന ആളിൻ്റെ മുഖം എങ്ങനെ ഇരിക്കും? ഐൻസ്റ്റീനെ പോലെ പ്രതിഭാശാലിയും ബുദ്ധിമാനും ചിന്തകനും തത്വജ്ഞാനിയും പിന്നെ ഇടയ്ക്ക് ചില കഥകളുമൊക്കെ അദ്ദേഹത്തിന് എഴുതുമായിരുന്നു. ഇത്രയും വലിയ ശാസ്ത്രജ്ഞന് കഥയും കവിതയും എഴുതി പ്രശസ്തമാകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് അതിന്? അപ്പോൾ ഇതാണ് കഥ എഴുത്തിനോടും കവിത എഴുത്തിനോടുമുള്ള ലോകത്തിലെമ്പാടുമുള്ള ആളുകൾക്ക് കമ്പം, വലിയ കമ്പമാണ്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്നവർ തന്നെ ഏതെങ്കിലുമൊക്കെ കാലത്ത് കവിത എഴുതി ആരെയും കാണിക്കാതെങ്കിലും കവിതയോ കഥയോ എഴുതിയിട്ടുള്ളവരായിരിക്കണം. കവിത എഴുതാതെ മനുഷ്യൻ മരിക്കുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പം ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു അപ്രകാരം ഒരാഗ്രഹം. സാഖ്യസൂത്രത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചമുണ്ട് വെച്ചാൽ നമ്മുടെ ഈ താരാപഥങ്ങളും അതുപോലെ നമ്മുടെ സൗരയൂഥവും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം, പിന്നെ ആ പ്രപഞ്ചത്തെ ചുറ്റി നിൽക്കുന്ന മറ്റനേകം പ്രപഞ്ചങ്ങൾ, പിന്നെ എണ്ണിത്തീർക്കാൻ വയ്യാത്ത വിധത്തിലുള്ള കോസ്മോസുകൾ, ഈ കോസ്മോസുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന കോസ്മോസ് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി സായിപ്പ് ചെയ്തിരിക്കുന്ന ഒരു വിദ്യ കെ കൊണ്ട് എഴുതുക എന്നതാണ്. സാധാരണ സി ആണ് എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ധാരാളം പ്രപഞ്ചങ്ങൾ എന്ന അർത്ഥമാണ്. ഈ ധാരാളം പ്രപഞ്ചങ്ങളെ എണ്ണിത്തീർക്കാൻ വയ്യാത്തതുകൊണ്ട് ഇവയെ എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാനും അവയെ പ്രതിനിധാനം ചെയ്യുന്നതിനും കോസ്മോസിന് കെ എന്ന അക്ഷരം എഴുതിയിട്ട് കോസ്മോസ് എന്ന് എഴുതിയാൽ എല്ലാ മഹാപ്രപഞ്ചങ്ങളും ഉൾക്കൊള്ളുന്നത് എന്നർത്ഥമാണ്. ഈ മഹാപ്രപഞ്ചങ്ങളെ സംബന്ധിച്ച് ഈ കപില മഹർഷി അദ്ദേഹത്തിന് അന്ന് വേറെ എന്തെല്ലാം പണികൾ ചെയ്യാമായിരുന്നു, അതൊന്നും ചെയ്യാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഭൗതികമായ എല്ലാ സുഖങ്ങളും, അദ്ദേഹത്തിൻ്റെ വളരെ രാഗലോലമായ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള താളബദ്ധമായ ചില കവിത പോലെ ഇരിക്കുന്ന ചില സൂത്രങ്ങളും അദ്ദേഹം ഇതിനകത്ത് രചിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വലിയ ഒരു കാവ്യപ്രപഞ്ചത്തിൻ്റെ വർണ്ണധാവല്യത്തിൻ്റെ പ്രസരിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് അതിമനോഹരമായ വചോ വിന്യാസ കലാ പടുതയുടെ സൃഷ്ടിപ്രഭാവം അതിനകത്ത് കാണാം എന്ന് നമുക്ക് മനസ്സിലാകും. അത് ഇടയ്ക്കൊന്നിടത്ത് വായിച്ച് നോക്കണം. ഇത്തരം ഭാഗങ്ങൾ വരുമ്പോൾ നമുക്കത് കുറിച്ചെടുക്കാൻ തോന്നും, കുറിച്ചെടുക്കരുത്. കാരണം വലിയ അപകടമുള്ള ആശയ രത്നങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പൂഴ്ത്തി വച്ചിരിക്കുന്നത്. നമുക്കതിലെ പദങ്ങളെടുത്തിട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ അതിൽ പ്രയോഗിക്കാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ അത് വ്യാഖ്യാനിച്ചിരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് അത് വ്യാഖ്യാനിച്ചത്. അയാളുടെ പേര്, കപിലൻ്റെ ഒന്നാമത്തെ ശിഷ്യൻ്റെ പേര് ആസുരി എന്നാണ്. അത്ര സുഖമുള്ളൊരു പേരല്ല. ആസുരി എന്ന് പറഞ്ഞാൽ ദൈവികമായ ഗുണങ്ങൾ ഉള്ളവനെന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ അസുരൻ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ.
ജടാസുരൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇതങ്ങനെയല്ല, മറ്റ് വ്യക്തികൾക്കില്ലാത്ത എല്ലാ വിശിഷ്ട ഗുണങ്ങളും ഉണ്ടായിരുന്നയാൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ആസുരി എന്ന പേര് വന്നത്. അത് അച്ഛനമ്മമാർ അദ്ദേഹത്തിൻ്റെ 28 കെട്ടുണ്ടായിരുന്നു. കാരണം അശ്വരായന ഗൃഹ്യസൂത്രത്തിൽ ഈ 28 കെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രാചീനമായ ഒരു ഏർപ്പാടാണ്. അശ്വരായന ഗൃഹ്യസൂത്രത്തിലാണ് ബോധായന ഗൃഹ്യസൂത്രം, അശ്വരായന ഗൃഹ്യസൂത്രം, ഇതിലൊക്കെയാണ് എങ്ങനെയാണ് കെട്ടിടം വയ്ക്കേണ്ടത്, കെട്ടിടത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം, അതിലെ ത്രികോണമിതി എങ്ങനെയായിരിക്കണം, ചതുരമിതി എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഗൃഹപ്രവേശനം നടത്തേണ്ടത്, പാല് കാച്ചുന്നത് എങ്ങനെയാണ്, ഈ തുടങ്ങിയിട്ടുള്ള സർവ്വ സംഗതികളും. പിന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ കലഹിക്കണം, അതും പറയുന്നു. എന്തിനാണ് എങ്ങനെ കലഹിക്കണം എന്ന് പറയുന്നത്? നിസ്സാരമായ കാര്യത്തെക്കുറിച്ച് കലഹിക്കാനുള്ള വാസന കെട്ടുപോയാൽ പിന്നെ വലിയ കാര്യങ്ങളെക്കുറിച്ച് കലഹം ഉണ്ടാകുകയില്ല എന്നാണ് ഈ അശ്വരായനൻ എന്ന് പറയുന്ന വിദ്വാൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ശാസ്ത്രീയമായി കലഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അദ്ദേഹം അതിൽ പ്രസ്തരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്നതിനാണ് പ്രസ്തരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്ര സമ്പൂർണ്ണമാണ് നമ്മുടെ അത്തരം ജീവിതത്തെ ഗൃഹ്യ സൂത്രങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പം തന്നെ. ആസുരിയാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. ആ വ്യാഖ്യാനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ശിഷ്യനേക്കാൾ നല്ലത് ആശാൻ തന്നെയായിരുന്നു എന്ന്. അത് വൃത്തിയായും, വൃത്തി എന്ന് പറയുന്നത് ആ വ്യാഖ്യാനത്തിൻ്റെ ഒരു രീതിയാണ്, വൃത്തിയായും കാരികയായും അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് വായിച്ചാൽ നമുക്ക് ഒരു തരത്തിലുമുള്ള മനസമാധാനവും ലഭിക്കാത്ത വിധത്തിൽ ചിന്താപരമായ വ്യാധിയും ഭയമാകും നമുക്കത് വായിച്ചാൽ. ഇതൊക്കെ എന്തുതരം മനുഷ്യർ എന്ന് തോന്നും. വലിയ ഈ ഗംഗാ ഭാഗീരഥി ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ സമതലത്തിലേക്ക് തലയും കുത്തി വീണതുപോലത്തെ വാക്കുകളാണ് ഓരോന്നും നമ്മുടെ ബുദ്ധിയിലേക്ക് വന്ന് ഇടിച്ചു കയറും. ഓരോ ഇടിയും താങ്ങാനാവാതെ നാം ഒരു കൃമിയാണല്ലോ, അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഞാനൊക്കെ ഒരു കൃമിയായിട്ട് ജനിച്ച് ഇത് വായിച്ചിട്ട് മനസ്സിലാകാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ നിന്ന് ഇടിവെട്ട് പോലെ, മേഘനിർഘോഷം പോലെയുള്ള അശനിപാതത്താൽ ആഘാതചിത്തനായി വ്യസനിതനായിരിക്കുന്നുവല്ലോ എന്ന് നമുക്ക് തോന്നും. വലിയ പ്രതിഭാശാലികൾ അവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ പുരുഷാന്തരങ്ങളുടെ സ്വഭാവത്തെയും അവരുടെ ധാർമ്മിക ജീവിതത്തെയും കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി എന്തു തരത്തിലുള്ള ബൗദ്ധികമായ, ധൈഷണികമായ, മേധാപരമായ പരിശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത് എന്നോർത്ത് നമുക്ക് രോമാഞ്ചമുണ്ടാകും. 5 രോമം ഉള്ളതിൽ നിന്ന് ആ 5 രോമം കൂടി കൂടുതലുണ്ടാകുന്ന അർത്ഥം. ഇങ്ങനെ രോമാഞ്ചമുണ്ടാകത്തക്ക വിധത്തിൽ, പുളകിതഗാത്രനാകത്തക്ക വിധത്തിൽ അതിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതി വെച്ചു, വൃത്തി എഴുതി വെച്ചു, കാരിക എഴുതി വെച്ചു. പക്ഷേ കുറച്ചുകൂടി നമുക്ക് എളുപ്പം സാഖ്യസൂത്രം വായിക്കുന്നതാണ്, അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സാഖ്യകാരിക വായിച്ച് മനസ്സിലാക്കുന്നതല്ല. കാരണം അനേകം ജ്ഞാനശകലങ്ങളിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ജ്ഞാനശകലങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? ആ ജ്ഞാനശകലങ്ങൾ ഭാരതത്തിലെ ഏത് ഉപരിഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചു? കൊട്ടേഷൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഇൻവെർട്ടഡ് കോമാസ് ഇട്ടിട്ടല്ല, ഇതി എന്ന് പറയും. ജാതകം പറയുമ്പോൾ പിന്നെ ഒന്നും എഴുതാൻ ഇല്ല എന്ന് വരുമ്പോഴാണ് ജ്യോത്സ്യൻ ഇതി വചനേന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലല്ല ഈ ഇതി എന്ന് പറയുന്നത്. വേറെ ഏതോ ഒരു ഗ്രന്ഥത്തിൽ വേറെ ഏതോ ഒരു ഋഷി ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതെവിടെ നിന്നാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചില കൃതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ കൃതികൾ ഇപ്പോൾ ഭാരതത്തിൽ ഇല്ലാത്ത കൃതികളാണ്. ഇങ്ങനെ അനേകം സാഖ്യദർശന കൃതികളെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്. ഈ ആസുരിയുടെ ശിഷ്യനാണ് പഞ്ചശിഖൻ. 5 തലയിൽ 5 സ്ഥലങ്ങളിൽ കുടുംബ വെച്ചവൻ എന്ന് അതിന് ഒരു അർത്ഥം പറയാവുന്നതാണ്. പഞ്ചശിഖനും അവരുടെ ഗുരുവിൻ്റെ സൂത്രങ്ങളെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത്. അത് ആസുരി വ്യാഖ്യാനിച്ചതുപോലെയല്ല ഈ പഞ്ചശിഖൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ഷഷ്ടിതന്ത്രം എന്ന മറ്റൊരു കൃതിയാണ്.
സയൻസ് ഓഫ് 7 ടോപ്പിക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 60 വിഷയങ്ങളായി 60 ശീർഷകങ്ങളായി തരംതിരിച്ചിട്ട് യാതൊരു ദാക്ഷിണ്യമില്ലാതെ പഠിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ധൈഷണിക പ്രഭാവത്തിൻ്റെ അപാരത, അതിൻ്റെ ഒരു അനന്തത, അതിൻ്റെ ദുഷ്പ്രവേശ്യത, അതിൻ്റെ അനഭിഗമ്യത, അതിൻ്റെ അൺഅപ്രോച്ചബിലിറ്റി നമുക്ക് ബോധ്യമാകും. അതും നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. കുറച്ചൊക്കെ മനസ്സിലായാലേ ഉണ്ടാവുള്ളൂ ഭീതി, അല്ലെങ്കിൽ ഭീതി ഉണ്ടാവില്ല. ഇപ്പോൾ ആന ഓടി വന്നാൽ ഈ മലർന്ന് മാത്രം കിടക്കാൻ സാധിക്കുന്ന കുഞ്ഞിന് എന്ത് പേടി? അതുവരെ സംഭവിക്കും. ഒരു ശിശുത്വമാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെ ഭയം തോന്നുകയില്ല. കുറേയെങ്കിലും മനസ്സിലായാൽ ഇവരുടെ എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ സാകല്യത്തെയും ഗ്രഹിക്കാനുള്ള അവരുടെ സർവഗ്രാസകമായ ഓൾ എംബ്രൈസിങ് ഇൻ്റലക്റ്റിനെ ഓർത്ത് നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിൽ ഛർദി വരും. തിന്ന സാധനം ഛർദിക്കുകയല്ല, നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു ഓക്കാനമുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ആലോചനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിധത്തിലുള്ള ആളാണ് ഈ ഷഷ്ടിതന്ത്രം എഴുതിയ ആൾ. അദ്ദേഹം ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് പുല്ലാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് അദ്ദേഹം ഈ ഷഷ്ടിതന്ത്രത്തിൽ താൻ ആരാണെന്നോ തൻ്റെ പേരെന്താണെന്നോ തന്നെ ആളുകൾ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തിരുന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സാധനം എഴുതി വിട്ടിരിക്കുകയാണ്. ഷഷ്ടിതന്ത്രം. ഷഷ്ടി എഴുതുമ്പോൾ ഷായുടെ അടിക്ക് വെറുതെ ടായാണ്, അല്ലാതെ ഇങ്ങനെ വലിയ പപ്പടം പോലെ ഇരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഇരിക്കുന്ന ഇട്ടായല്ല. ഷഷ്ടിതന്ത്രം. അതേസമയത്ത് ആറാമത്തത് എന്ന് പറഞ്ഞാൽ ഷഷ്ടി എന്ന ഷായുടെ അടിക്ക് ടായാണ്. ഇത്തിരി ഒരു ഭാഷാപരമായ കാര്യം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഗ്രന്ഥ പരമ്പര ഇങ്ങനെ തുടരുകയാണ്.